ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് പൾമണോളജി വിഭാഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിശോധനയാണ്. അതിന് ഇൻവേസീവ് ടെസ്റ്റാണ്. ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തേക്ക് ഒരു കുഴൽ കടത്തിയിട്ടുള്ളൊരു പരിശോധന. അപ്പം ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഒരു രോഗിക്ക് ബ്രോങ്കോസ്കോപ്പി നിശ്ചയിക്കുക? പ്രധാനമായിട്ടും ഇപ്പോൾ രോഗി ഒരു ലക്ഷണമായിട്ട് വരുമ്പോൾ, ഇപ്പോൾ ചുമ അല്ലെങ്കിൽ ചിലപ്പോൾ തുപ്പുന്ന കഫത്തിൽ ചിലപ്പോൾ രക്തം കണ്ടേക്കാം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പനിയും ചുമയും നിൽക്കുന്നുണ്ട്, ആൻറ്റിബയോട്ടിക് എടുത്തിട്ടൊന്നും മാറുന്നില്ല, എക്സ്റേ എടുക്കുമ്പോൾ കുറച്ച് ന്യൂമോണിയ പോലെയുണ്ട്, ആൻറ്റിബയോട്ടിക്കിൽ കുറയാത്ത ന്യൂമോണിയ. അപ്പം ചുരുക്കം പറഞ്ഞാൽ അണുബാധ, അത് നമുക്കിതുവരെ ഒരു രോഗനിർണയം ആയിട്ടില്ല, മരുന്നുകൾ എടുത്തിട്ടും കുറയുന്നില്ല. 2, ഒരു ക്യാൻസറിൻ്റെ സംശയം, ഇപ്പോൾ ശ്വാസകോശത്തിലുള്ള ക്യാൻസർ, ലങ് ക്യാൻസർ. അപ്പം നമ്മൾ എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ എടുക്കുമ്പോൾ ഒരു തടിപ്പ് പോലെ കാണും. അപ്പോൾ അതിൻ്റെ രോഗനിർണയം. പിന്നെ ചില കേസിൽ നമുക്ക് ഇപ്പോൾ ഉള്ളിൽ നിന്ന് കഫം, ഈ ചിലപ്പോൾ ICUയിൽ കിടക്കുന്ന രോഗികൾക്ക് ഉള്ളിൽ കഫം നല്ലോണം അടിക്കും. അപ്പോൾ ഈ ശ്വാസകോശം കൊളാപ്സ് ചെയ്യും, ചുരുങ്ങും. അപ്പോൾ ആ കഫം എടുക്കാനായിട്ട് നമുക്ക് ചികിത്സാ മാർഗമായിട്ടൊരു ബ്രോങ്കോസ്കോപ്പി, രോഗനിർണയം കൂടാതെ ഒരു ചികിത്സാ മാർഗമായിട്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് ഈ പറഞ്ഞ കഫം വന്നിട്ട് കൊളാപ്സ് വരുന്നത്. പിന്നെ ഈ കുട്ടികളിൽ ഫോറിൻ ബോഡി, ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അറിയാതെ വല്ല ഈ സേഫ്റ്റി പിൻ അല്ലെങ്കിൽ ചിലപ്പം ഈ കഴിക്കുന്ന ഇതിലെന്തെങ്കിലും ചിലപ്പോൾ ഈ കടല അതൊക്കെ ചിലപ്പോൾ ഉള്ളിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഉള്ളിലോട്ട് ശ്വാസകോശത്തിൻ്റെ ഇതിലേക്ക് പോകുമ്പം അവിടെ നിന്ന് അത് എടുക്കേണ്ടി വരും. അതിനും ബ്രോങ്കോസ്കോപ്പി സഹായിക്കാറുണ്ട്. സാധാരണഗതിയിലൊരു ലോക്കൽ അനസ്തീഷ്യ, ഈ തൊണ്ട തരിപ്പിച്ചിട്ടുള്ള, മുതിർന്നവരിലാണെങ്കിൽ ഒരു തൊണ്ട തരിപ്പിക്കാനുള്ള മരുന്നും ചെറിയൊരു സെഡേഷൻ അല്ലെങ്കിൽ മയക്കം, പൂർണ്ണമായിട്ട് ബോധം കെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു അനസ്തീഷ്യയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ദൈർഘ്യമുള്ള ടെസ്റ്റാണ്.